മലപ്പുറത്ത് ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചതിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്. മുണ്ടക്കുളം KCB സെക്ഷൻ ഓഫീസിലേക്കാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച്. ഇന്നലെ തന്നെയാണ് ഈ മലപ്പുറത്ത് ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിക്കുന്ന സംഭവം ഉണ്ടായത്. KCB ഓഫീസിലേക്കാണ് പ്രതിഷേധം. വലിയ പോലീസ് സംവിധാനം അവിടെയുണ്ട്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് അവിടെ നടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിപിൻ C വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി. വിപിൻ, ആ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് തോന്നുന്നു അല്ലേ, തുടക്കത്തിലെ തന്നെ? അതെ അശ്മി, ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയാണ്. കൊണ്ടോട്ടിയിലെ മുണ്ടക്കുളം KCB സെക്ഷൻ ഓഫീസിലേക്കാണ് ഈ മാർച്ച് ഇപ്പോൾ യൂത്ത് ലീഗ് നടത്തുന്നത്. ഈ ഒരു കെട്ടിടത്തിന്റെ 1ാമത്തെ നിലയിലാണ് KCBയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടേക്ക് പോലീസ് ഇവരെ പ്രവേശിപ്പിച്ചില്ല. അതിനു മുൻപ് തന്നെ പോലീസ് തടഞ്ഞു. അപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളും ഉണ്ടായി. ഇന്നലെയാണ് മുഹമ്മദ് ഷാ പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിലൊരു അനാസ്ഥ അവിടെ KCBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നീറാട് എന്നുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു ഈ ഗൃഹനാഥന് സ്വന്തം വീട്ടുവളപ്പിൽ വെച്ച് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റത്. വൈദ്യുത കമ്പി അവിടെ പൊട്ടി വീണത് തലേ ദിവസം രാത്രിയായിരുന്നു. അതിനുശേഷം 3 തവണ KCBയിലേക്ക് അയൽവാസികളെല്ലാം വിളിച്ചു പറഞ്ഞു എന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന വൈദ്യുതി ഓഫ് ചെയ്യാൻ പോലും, ഈ പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്നുള്ള വൈദ്യുതി ഓഫ് ചെയ്യാൻ പോലും KCB തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അയൽവാസികളൊക്കെ 3 തവണ വിളിച്ചു പറഞ്ഞതായിരുന്നു. ആ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ തെങ്ങിനെ തടം എടുക്കുന്നതിനിടയിൽ ഈ വൈദ്യുതി കമ്പിയിൽ കാല് തട്ടുകയും അങ്ങനെ വൈദ്യുതാഘാതം ഏറ്റാണ് ആ മരണം സംഭവിച്ചത്. അതിലാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ KCBയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള പരാതിയെ തുടർന്ന് യൂത്ത് ലീഗ് ഒരു പ്രതിഷേധം നടത്തുകയും അതിൽ പോലീസുമായുള്ള വാക്കേറ്റവും ഒരു ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് ഈ പ്രവർത്തകരെ നിലവിൽ അനുനയിപ്പിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന്, ഇന്നലെ മുഹമ്മദ് ഷായുടെ മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ നടപടികൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ KCBയുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളത്. ഇവിടെ തൊട്ടടുത്ത വീട്ടിലേക്ക് അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അതിന് കാരണം ഇത് പൊട്ടി വീണതാണ് എന്നുള്ളത് അറിയിച്ചു എന്നുണ്ടെങ്കിലും അതിൽ ഗൗരവമായിട്ടുള്ള ഒരു ഇടപെടൽ KCBയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. അതേ തുടർന്നിട്ടുള്ള ഒരു പ്രതിഷേധം ഇവിടെ അലയടിക്കുകയാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ചാണ്. ഇന്നലെ ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. കൊണ്ടോട്ടിയിലാണ് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചത്. മുഹമ്മദ് ഷാ, കൊണ്ടോട്ടി നീരാട് മാങ്ങാട്ടെ മുഹമ്മദ് ഷായാണ് വീട്ടുവളപ്പിലെ തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടെ അവിടെ പൊട്ടിവീണ ഒരു കറണ്ട് കമ്പിയിൽ തട്ടി മരിച്ചുപോയത്. അപ്പുറത്തെ വീട്ടിലേക്കുള്ള അയൽവാസിയുടെ വീട്ടിലേക്ക് വലിച്ചിരുന്ന വൈദ്യുതി കമ്പിയാണ് പൊട്ടിവീണത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ആ വീട്ടിൽ കറണ്ടില്ല എന്ന് KCB അറിയിച്ചിട്ടും KCB അതിൽ ഒരു സത്വര നടപടി സ്വീകരിച്ചില്ല. അതൊരു ജീവന്റെ മരണത്തിന് കാരണമായി എന്നതാണ് ഈ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനം. യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധമാണ്. KCB ഓഫീസിലേക്കാണ് യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ വ്യാഴാഴ്ച രാവിലെ തന്നെ ഈ കറണ്ട് കമ്പി പൊട്ടിവീണ കാര്യം KCB അറിയിച്ചതാണ് എന്ന് അയൽവാസിയൊക്കെ പറയുന്നുണ്ട്. അത് KCB ആ കാര്യത്തിൽ ഒന്നും ചെയ്തില്ല. അതിനു മുമ്പ് രാത്രി മഴയൊക്കെ ഉണ്ടായിരുന്ന മഴയത്തെന്തോ പൊട്ടി വീണ കാര്യം പൊട്ടിവീണ് കറണ്ടില്ല എന്ന കാര്യം KCB അറിയിച്ചിട്ടും ഒരു നടപടി ഉണ്ടായില്ല എന്നതാണ് പ്രതിഷേധക്കാരുടെ ആരോപണമല്ല, അതാണ് യാഥാർത്ഥ്യം. അയൽവാസി അടക്കമുള്ള ആ കാര്യം പറയുന്നുണ്ട്. അതിലാണിപ്പോൾ യൂത്ത് ലീഗിന്റെ KCB ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണെന്ന് തോന്നുന്നു. വിപിൻ C വിജയൻ തുടരുന്നു. വിപിൻ, വലിയ സംഖ്യ പ്രവർത്തകരുണ്ടായിരുന്നോ? അതെ, പ്രവർത്തകർ ഇതാ ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ച് അവർ വലിയ പ്രതിഷേധത്തിലേക്ക് അത് നീങ്ങുകയാണ്. മുണ്ടക്കുളത്തെ KCB ഓഫീസിനെതിരെയാണ് ഈ പ്രധാനപ്പെട്ടിട്ടുള്ള പരാതി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിലൊരു അനാസ്ഥ നമുക്ക് പ്രാഥമികമായി തന്നെ കാണാൻ സാധിക്കും. കാരണം ഒരു വൈദ്യുത കമ്പി പൊട്ടി വീഴുമ്പോൾ സ്വാഭാവികമായും അതിലേക്കുള്ള ഒരു വൈദ്യുതി പ്രവഹിക്കുന്നത് ഓഫ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തലേ ദിവസം രാത്രി ഏകദേശം ഒരു 10 മണിയോട് കൂടിയാണ് ഈ വൈദ്യുത കമ്പി പൊട്ടി വീഴുന്നത്. അത് പൊട്ടി വീണതിന് ശേഷം അത് കൃത്യമായി അറിയിച്ചു എന്നുള്ളത് അയൽവാസികളും ഈ വൈദ്യുതി കമ്പി പൊട്ടി വീണ കാര്യം എല്ലാവർക്കും അറിയാം, അയൽവാസിക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഈ മരിച്ചുപോയ മുഹമ്മദ് ഷായ്ക്കും അറിവുണ്ടാകണം. പൊട്ടി വീണ ഒരു വൈദ്യുതി ലൈനിൽ സ്വാഭാവികമായും വൈദ്യുതി വിച്ഛേദിക്കുമല്ലോ എന്നൊക്കെയാണല്ലോ നമ്മൾ നോർമലായി ചിന്തിക്കുക. ആ ചിന്തയിലായിരിക്കണമല്ലേ ആ തോട്ടത്തിലേക്ക് അദ്ദേഹം പണിക്കിറങ്ങിയത്.
അതെ, തീർച്ചയായിട്ടും അവിടെ ഒരു 2-3 സ്ഥലത്ത് വൈദ്യുതി പൊട്ടി വീണിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി കമ്പി പൊട്ടി വീണത് അതിൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വൈദ്യുതി എടുത്തു മാറ്റിയിട്ടുണ്ടാകും എന്നുള്ള ഒരു ധാരണ. മറ്റൊന്നുള്ളത് അവിടെ പൊട്ടി വീണത് അത് കൃത്യമായിട്ട് അത് ഒരു പക്ഷേ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. കാരണം അത് ഇവരുടെ പറമ്പിലൂടെയാണ് പോകുന്നത്. അവിടെ പണിയെടുക്കുന്നതിനിടയിൽ ഇതിൽ കാലൊന്ന് തട്ടിയപ്പോഴേക്കാണ് വൈദ്യുതാഘാതം ഏൽക്കുന്നതും ഇങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള സ്ത്രീയാണ് ഇങ്ങനെ പെട്ടെന്ന് ഇവർക്ക് ഷോക്കേറ്റത് കാണുന്നതും അത് അടുത്തുള്ളവരെയൊക്കെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു 2-3 തവണ പറഞ്ഞിട്ടും ഒരു ഗുരുതര അനാസ്ഥ അക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. അതേ തുടർന്നിട്ടാണ് ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധ മാർച്ച് യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് മുണ്ടക്കുളം KSEBയുടെ സെക്ഷൻ ഓഫീസിലേക്ക് ഇപ്പോൾ നടക്കുകയും ചെയ്തിട്ടുള്ളത്. അശ്മി, മരിച്ചതല്ല കൊന്നതാണ് എന്നതാണ് മുദ്രാവാക്യം യൂത്ത് ലീഗ് വിളിക്കുന്നത്. മലപ്പുറത്ത് ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചതിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.